ഇന്ത്യ US വ്യാപാര കരാർ പ്രാബല്യത്തിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 25% പകരത്തീരുവ അമേരിക്ക 18% കുറയ്ക്കുമെന്നും അമേരിക്കയ്ക്കുള്ള തീരുവ ഇന്ത്യ 0% കുറയ്ക്കുമെന്നും ട്രംപ്. തീരുവ കുറച്ചതിന് ട്രംപിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സ് പോസ്റ്റ്. വിവരങ്ങളുമായി അച്യുതൻ കൂടി ചേരുന്നുണ്ട്. അച്യുതൻ, അങ്ങനെ ഇന്ത്യ US തമ്മിലുള്ള ഒരു വ്യാപാര കരാർ ചർച്ച നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഫോൺ സംഭാഷണം ഉണ്ടാകുന്നത്. പിന്നീട് ട്രംപിന്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നു. തുടക്കത്തിൽ ആ ഒരു അറിയിപ്പ് കണ്ടപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് സ്വാഭാവികമായിട്ടും പതിവ് പോലെയുള്ള ട്രംപിന്റെ അവകാശവാദം മാത്രമാണ് എന്നതാണ്. എന്നാൽ ഇതാ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇപ്പോൾ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, ഇന്നാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു ഫോൺ സംഭാഷണം ഉണ്ടായതായി ഇന്ത്യയിലെ US അംബാസിഡർ തന്നെ പ്രഖ്യാപിച്ചത്. പക്ഷേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നില്ല. തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ തന്റെ സ്വന്തം സമൂഹ മാധ്യമത്തിലൂടെ ചില വിവരങ്ങൾ പുറത്തുവിട്ടത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ ഒരു ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഇതിലൂടെ പ്രധാനമന്ത്രി കുറച്ച് കാര്യങ്ങളിൽ ഉറപ്പു നൽകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി സമ്മതിച്ചതായാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. പകരം വെനിസ്വലയിൽ നിന്നായിരിക്കും കൂടുതൽ എണ്ണ ഇനി ഇന്ത്യ വാങ്ങുക. അത്തരം ഒരു ഉറപ്പ് ലഭിച്ചു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. മറ്റൊന്ന് ഇതിലേറെ പ്രധാനപ്പെട്ട, അതായത് ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടും ചില പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുകയാണ്. അതായത് ഉടനടി പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ US ഇന്ത്യ തമ്മിലുള്ള ഒരു വ്യാപാര കരാർ അതിന് തങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയിലൂടെയാണ് ഇപ്പോൾ ഈ കരാറിലേക്ക് എത്തിയത് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇതോടുകൂടി 25% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ടാരിഫ് 18% കുറയ്ക്കും എന്ന് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല US ഉൽപ്പന്നങ്ങൾക്ക് ഉള്ള ടാരിഫുകൾ 0% കുറയുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനവും അദ്ദേഹം നടത്തുന്നുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങും എന്ന ഉറപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം. എന്തായാലും നിലവിൽ ഇതുവരെയും ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയം അത്തരമൊരു പ്രസ്താവന ഇതുവരെ ഇറക്കിയിട്ടില്ല. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിൽ കുറിക്കുന്ന വാചകങ്ങൾ പരിശോധിച്ചാലും അതിലും ഈ US-ഉം ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ സംബന്ധിച്ചുള്ള പരാമർശങ്ങളില്ല. മറിച്ച് ഈ ടാരിഫ് 18% കുറച്ച കാര്യം മാത്രമാണ് പരാമർശിക്കുന്നത്. അതിന് ഡൊണാൾഡ് ട്രംപിനോട് നന്ദി അറിയിക്കുന്നു എന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. എന്നാലും ഇനി ഇതിൽ അറിയേണ്ടത് എന്താണ് നിലവിൽ ഇന്ത്യ US വ്യാപാര കരാറിന്റെ തൽസ്ഥിതി എന്താണ്, ആ ചർച്ചകൾ ഏതുവരെ എത്തി എന്നുള്ളതാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ആ കരാർ ഒരു ധാരണയായിരിക്കുന്നു എന്ന തരത്തിലാണ്. നിലവിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അമേരിക്കയിൽ തുടരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനവും അവകാശവാദങ്ങളും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു നിമിഷത്തിൽ വരുന്നത് ഏറെ നിർണായകമായ വിവരങ്ങളാണ്. ഇന്ത്യ US വ്യാപാര കരാർ പ്രാബല്യത്തിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമുക്കറിയാം ഇത്തരത്തിൽ അമേരിക്ക ഇന്ത്യ തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു ഫോൺ സംഭാഷണം നടക്കുന്നു. തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസ്റ്റ് വരുന്നു, ഔദ്യോഗികമായ ഒരു അറിയിപ്പുണ്ടാകുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആദ്യം എല്ലാവരും ഒരുപോലെ കരുതി ഇത് വെറും ട്രംപിന്റെ അവകാശവാദം മാത്രമായിരിക്കും എന്നതാണ്. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൈ ഡിയർ ഫ്രണ്ടിനെ നന്ദി അറിയിച്ചുകൊണ്ട് എക്സ് പോസ്റ്റ് അറിയിച്ചിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് അച്യുതൻ പറഞ്ഞതുപോലെ തന്നെ നിർണായക വിവരമാണ്. ഈ കരാറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള നിർണായക വിവരങ്ങൾ വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.